തിരുനാവായയിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭാരതപ്പുഴ തീരത്ത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നതാണ്. അതുകൊണ്ട് ആരോടും പറയാനൊന്നും പറ്റിയില്ല. അപ്പോൾ നേരിട്ട് വന്നേക്കുന്നത് ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലാണ്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം തന്നെ വളരെ ചുരുക്കമുള്ളൂ. നമുക്കിപ്പോൾ അറിയപ്പെടുന്ന ഒരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ തവനൂർ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും, പിന്നെ ഞാൻ പോയേക്കുന്നത് രാജസ്ഥാനിൽ പുഷ്കർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സൃഷ്ടികർത്താവായ നമ്മുടെ ബ്രഹ്മദേവൻ്റെ ക്ഷേത്രത്തിലാണ് വന്നേക്കുന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇവിടുന്ന് തൊഴുതിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നാവാമ്പൂന്തൻ, പിന്നെ ഒരു അപ്പുറത്തൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെ എല്ലാം ദർശിച്ചിട്ട് വേണം പിന്നെ നമുക്ക് കുംഭമേളയ്ക്കായിട്ട് പുഴയിലേക്ക് ഇറങ്ങാൻ. വളരെ അടുത്താണ്, തൊട്ട് താഴെ തന്നെയാണ് ഈ പുഴ വരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ദേശാടന പക്ഷികളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അവിടുന്ന് ഇത്തിരി അങ്ങോട്ട് ലോങ് ആയിട്ട് പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങളുടെ ആ ഒരു എന്താ പറയുക, കെട്ടുകളും വേലിക്കെട്ടുകളും അവിടെ സ്നാനം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം അടക്കം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ വന്ന് കിട്ടിയ വിവരം. അപ്പോൾ എല്ലാം നിങ്ങളെ കാണിച്ചു തരും. പരമാവധി ഈ ഫെബ്രുവരി 3-ാം തീയതിക്കുള്ളിൽ എല്ലാവരും തന്നെ വന്ന് പങ്കെടുക്കുക. നമുക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യങ്ങളിലൊന്നാണത്. അപ്പോൾ എല്ലാവരും വരിക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക. चलत्कुण्डलं भ्रूसुनेत्रं विशालं प्रसन्नाननं नीलकण्ठं दयालं मृगाधीशचर्माम्बरं. ഈ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ശിവക്ഷേത്രവും. അത് ഈ കരയിൽ തന്നെയാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം സന്ദർശിച്ച് ദർശനം നടത്തി നമ്മൾ ഇവിടെ തന്നെ ഈ തീരത്തിൻ്റെ അവിടെ നിന്നൊരു അപ്രോക്സ് 150 മീറ്റർ ഉള്ളൂ. ആ 150 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് ശിവക്ഷേത്രം കൂടെ ദർശനം നടത്തി നേരെ നമ്മൾ വീണ്ടും തിരുനാവായ നാവാമുകുന്ദൻ്റെ അടുത്തേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയാണിത്, പടവുകളാണിത്. പടവുകൾ കയറിയിട്ട് നമുക്ക് പതുക്കെ ക്ഷേത്രത്തിലേക്ക് പോകാം. कल्याण कल्पान्तकारी सदा सज्जनानन्ददाता पुरारी चिदानन्द सन्दोह मोहापहारी प्रसीद प्रसीद प्रभो मन्मथारी. नयावकुमानाथ पादारविन्दं भजन्ति लोके परे वा नराणाम्. അപ്പോൾ ശിവക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ താൽക്കാലികമായിട്ടൊരു പുഴ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നാവാമുകുന്ദൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുള്ള താൽക്കാലിക സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അവിടെയും കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയും മറ്റേ നമ്മുടെ എന്താ പറയുക, പൊക്ലിൻ വെച്ചിട്ട് ബുൾഡോസർ വെച്ചിട്ട് എന്തൊക്കെയോ അവിടെ നികത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോവാം. ഭാരതപ്പുഴയുടെ ഒത്ത നടുവിൽ കൂടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ക്ലിയറായിട്ട് വഴി കിടക്കുന്നുണ്ട്.
നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സിനിമയുടെ പേരെന്താ മഴയത്ത് മുമ്പിലെ ആ പാട്ട് സീനൊക്കെ പിടിച്ചത് ഈ പുല്ലുള്ള ഇങ്ങനത്തെ ഒരു പുല്ലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലാണെന്ന് തോന്നുന്നു പിടിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും സുഖമാണ്. രാവിലെ നല്ല കാലാവസ്ഥ എല്ലാം കൊണ്ടും നല്ല പ്ലസൻ്റ് ഒരു മൂഡാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഇനിയിപ്പോൾ 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഇതാവും കേട്ടോ, നല്ല ചൂടാവും. എന്തായാലും അങ്ങ് എത്താറായി. എല്ലായിടത്തും കൊടി കെട്ടിയിട്ടുണ്ട്, ട്യൂബ് കെട്ടിയിട്ടുണ്ട്. രാത്രി നടക്കാനുള്ള സൗകര്യങ്ങൾക്കൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് സംഘാടകർ. എന്തായാലും രാത്രി ഇവിടെ ഗംഗാരതി പോലെ ഭാരതപ്പുഴയ്ക്ക് ആരതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ട് സ്നാനവും ചെയ്തിട്ട് വേണം മടങ്ങാൻ. ഇപ്പോൾ നാവാമുകുന്ദിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആരതി നടക്കുന്ന ആ മണ്ഡപം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. കാരണം ഇവിടെ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട്. കാരണം ഇത് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഓലയിട്ട് മേഞ്ഞേക്കാണ്. കുറച്ച് മേഞ്ഞിട്ടുണ്ട്, കുറച്ച് മേയാനുണ്ട്. കാരണം മറ്റന്നാളല്ലേ നീര് വഹിച്ചുകൊണ്ട് രഥം വരുന്നത്. അപ്പോൾ രഥത്തിനെ സ്വീകരിക്കുന്നതൊക്കെ ഇവിടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നീളാരതിക്ക് വേണ്ടിയുള്ള 1, 2, 3, 4, 5, 6 അങ്ങനെ കുടകൾ കണ്ടോ. ആ കുടകളുടെ അവിടെയാണ് ആരതി ചെയ്യുന്നത്, ഇളക്കി വെച്ചിട്ട്. ഞങ്ങൾ ഇരിക്കുന്നത് ഭാരതപ്പുഴയുടെ ഒത്ത നടുക്കാണ്. ഇവിടെ ഒരു മണൽത്തിട്ടയുണ്ട്. ഇത് കാണാൻ പറ്റും. ഇവിടെ കരിമ്പന, അവിടെ കരിമ്പനയുണ്ട്, ഇവിടെ ഒരു കരിമ്പനയുണ്ട്. ഈ മണൽത്തിട്ടയുടെ മുകളിലാണ്, അതിൻ്റെ മുകളിലാണ് നിളാരതിയൊക്കെ നടത്തുന്നത്. അതിനുള്ള സ്റ്റേജും അതിനുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഈ നമ്മുടെ ഈ പുറകുവശം ഈ പുറകുവശത്താണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ പുറകിലാണ് ഈ പറഞ്ഞ ഈ വശത്ത് ശിവക്ഷേത്രവും ഈ വശത്ത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും അവിടെ നാവാമുകുന്ദൻ്റെ വിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് ത്രിമൂർത്തി സംഗമമായിട്ട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം വരുന്നത്. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇവിടെ സ്വാമിമാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഏത് അഗാഡയിൽ നിന്നുള്ളതാണെന്ന് അറിയില്ല. അവിടെ സ്വാമിമാരുടെ കാരണത്തിലാണ് ഇവിടെ കംപ്ലീറ്റ് പരിപാടികളും സംവിധാനങ്ങളും ഇവിടെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കസാരയും കാര്യങ്ങളും കിട്ടും. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല കാറ്റാണ്, നല്ല കാറ്റ്, നല്ല കാറ്റ്. അപ്പോൾ ആ കാറ്റിലിങ്ങനെ കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല പുഴയോട് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് രാത്രിയാണ് ഇവിടെ ആ നിളാരതിയൊക്കെ ഉണ്ടാവുക. ഈ നിളാരതിയും കഴിഞ്ഞ് അതിൻ്റെ സമാപന ചടങ്ങുകളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വരിക, പങ്കെടുക്കുക. ഇതിൻ്റെ ഈ ത്രിമൂർത്തികളുടെ അനുഗ്രഹ ആശീർവാദങ്ങളും വാങ്ങിച്ച് മടങ്ങുക. അവിടെ മണ്ഡപം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ദിലീപേട്ടൻ അവരുടെ കൂടെ സ്വാമിമാരുടെ കൂടെയും അവരുടെ ശിഷ്യന്മാരുടെ കൂടെയും സേവ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയേക്കാണ്. कल्याण कल्पान्तकारी सदा सज्जनानन्ददाता. ഇത് ഈ കാണുന്നതാണ് നാവാമുകുന്ദ ക്ഷേത്രം. ഭഗവത് ധ്വജം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ച് താഴേക്ക് പടവകളുണ്ട്. ഈ പടവകളുടെ അറ്റത്താണ് ബലിതർപ്പണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ നാവാമുകുന്ദൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സ്ഥലത്താണ് ഈ വരുന്ന ഒരു മണൽത്തിട്ട ഉള്ളത്. ഈ മണൽത്തിട്ടയുടെ മുകളിലാണ് ഗംഗാരതിയും പോട്ടെ നമ്മുടെ നിളാരതി നടക്കുന്നത്. നിളാരതിക്ക് വേണ്ടിയിട്ട് ഒരു 1, 2, 3, 4, 5, 6, 7 സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു കുടകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ആരതി നടക്കുന്നത്, നിളേനെ പൂജിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രിമൂർത്തി സംഗമമാണിത്. അപ്പോൾ ഞാനിവിടെ ഒരു സന്യാസി ശ്രേഷ്ഠനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 3 ഇതും സംഗമിക്കുന്നതിൻ്റെ നടുക്ക് ദേവിയുടെ
ഒരു ചൈതന്യം എന്നുള്ള രീതിയിലാണ് ഈ സ്ഥലം വരുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ കഴിഞ്ഞിട്ട് നമ്മുടെ മഹാമേരു വഹിച്ചുകൊണ്ട് ശ്രീചക്രം വഹിച്ചുകൊണ്ട് വരുന്ന രഥം ഇങ്ങടേക്കാണ് എത്തുക. പിന്നെ നമുക്ക് കാണാൻ പറ്റും പോലീസുകാരൊക്കെ വരുന്നുണ്ട്, ഹയർ ഓഫീഷ്യൽസാണ്. അതിൻ്റെ കാര്യങ്ങളിൽ ഒക്കെ വിലയിരുത്താൻ വേണ്ടി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി വരുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ താൽക്കാലിക പാലത്തിൻ്റെ ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ഇവിടെ കുറച്ച് ഈ എന്താ പറയുക സേവയിൽ പങ്കെടുത്തിരുന്നു. അവിടെ 3 ഭൂമി വരുന്നുണ്ട്, 3 യാഗം നടത്തുന്ന സ്ഥലം വരുന്നുണ്ട്. ആ യാഗഭൂമിക്ക് വേണ്ടി ആ സ്ഥലം നിരത്താൻ വേണ്ടി ഞാനും കുറച്ച് കൂടിയിരുന്നു. അപ്പോൾ ഇന്നത്തോടുകൂടി ആ യജ്ഞവേദിയൊക്കെ റെഡിയാവും. നാളെയാണ് കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത്. IPS റാങ്കിലുള്ളൊരു ഓഫീസർ വരുന്നുണ്ട് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വരിക, പങ്കെടുക്കുക, ഭംഗിയാക്കുക, ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹ ആശംസകൾ വാങ്ങിച്ച് ധന്യതയോടുകൂടെ മടങ്ങാം. നാവാമുഖത്തിൻ്റെ മെയിൻ കവാടമാണിത്. അതിപ്പോൾ ഇവരുണ്ടാക്കിയേക്കുന്നതാണ്, സംഘാടകരുണ്ടാക്കിയേക്കുന്ന കവാടമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ്. അതിലൂടെ എൻട്രി ചെയ്ത് നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് അങ്ങോട്ട് ഇവിടെ അത്ര വലിയ തിരക്കില്ല, ആയി വരുന്നുള്ളൂ ആൾക്കാരൊക്കെ. ഒരു ഉച്ച സമയമായി. ഞങ്ങൾ അവിടെ ഒരു സെക്യൂരിറ്റി കൗണ്ടർ ഉണ്ട്, പോലീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഈ കാണുന്നതാണ് വഴിപാട് കൗണ്ടർ. അപ്പോൾ നട അടച്ചേക്കാണ്. ഇതാണ് ക്ഷേത്രം, മെയിൻ ക്ഷേത്രം വരുന്നത്. നമ്മൾ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്താൻ പറ്റിയില്ല. അപ്പോഴേക്ക് നടയടച്ച് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് പുറത്തൊക്കെ ഒന്ന് തൊഴുത് അപ്പോഴേക്ക് അവിടെ പ്രസാദൂട്ടമുണ്ടായിരുന്നു. പ്രസാദൂട്ടെല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു അഖണ്ഡനാമം ഉണ്ടായിരുന്നു. ഭഗവാനോടുള്ളൊരു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നിന്ന് നാമം ജപിച്ചു കുറച്ച് നേരം. മധുക്കെട്ടാണ് നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ മധുക്കെട്ടാണ്. ഇവിടെ കുറച്ച് സേവ ചെയ്തതാണ്. സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നിരപ്പാക്കി ആ സ്ഥലമാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കാണുന്നത്. ഇവിടെ 3 തിരിച്ചേക്കാണ്. ഇവിടെ 3 യാഗങ്ങൾ നടക്കാൻ വേണ്ടിയാണ്, ഹോമങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. രാവിലെ പുലർച്ചെ തൊട്ട് അതിൻ്റെ ഹോമത്തിൻ്റെ പരിപാടി ഉണ്ടാവും. ഉച്ചയ്ക്ക് വന്ന് എടുത്ത സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്ത് ാക്കി. ഇപ്പോൾ ഗംഗാരതിയും പോട്ടെ, നീളാരതി കഴിഞ്ഞിട്ട് ആൾക്കാർ പിരിയുന്ന രംഗമാണ് ഈ കാണുന്നത്. ആ നാവാമുകുന്ദൻ്റെ അങ്ങടേക്കും പിന്നെ ഇവിടെ ബ്രഹ്മദേവൻ്റെ അമ്പലത്തിൻ്റെ അങ്ങടേക്കും രണ്ട് വഴിയിലേക്ക് പോകാനുള്ള വഴി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ നീളാരതി കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി പിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വിനോജ്, ഇത് പ്രസാദ്, ദിലീപ്, ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു ഇതിനു വേണ്ടി വന്നത്. ഈ നീളാരതി കാണാൻ വേണ്ടിയിട്ടും ക്ഷേത്രദർശനത്തിന് വേണ്ടി വന്നത്. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. തിരിച്ച് മടങ്ങുന്നതാണ്.